ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. പക്ഷേ ഈ സ്ഥലത്തൂടെ പോയപ്പോൾ അതിൻ്റെ മനോഹാരിത കണ്ട് വീഡിയോ എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രയും മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ നമുക്കിന്ന് അതിലൂടെ ഒന്ന് പോയാലോ? കുറച്ചൊക്കെ നല്ല റോഡാണെങ്കിൽ കൂടി അത്യാവശ്യം കട്ടറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ പോയി നോക്കാം. എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ റോഡിൻ്റെ ഇരുവശമുള്ള മരങ്ങൾ ഒരു കൂടാരം പോലെ ആ ഒരു റോഡിനെ കവർ ചെയ്ത് നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി സ്റ്റൈലാക്കി വെച്ച ഒരു പാർക്കിൻ്റെയൊക്കെ ഒരു സെറ്റപ്പുള്ള ഒരു വഴി. നമ്മുടെ പാലക്കാടിൻ്റെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന കാടാങ്കോട് കരിങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല മനോഹരമായ മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. അത് നമുക്ക് ഈ കാഴ്ചയുടെ അവസാനം കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ടു വീലറിലാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടറുകളെ പരമാവധി ഒഴിവാക്കാൻ കഴിഞ്ഞു. എങ്കിലും പരമാവധി കട്ടറുകളെല്ലാം ചാടിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ആ വീഡിയോ അല്ലാതെ ഷെയ്ക്കാവുന്നതും. ആ മനോഹരമായ രണ്ട് സൈഡിലുള്ള മരങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. മുന്നിലുള്ള അതേ കാഴ്ചകൾ തന്നെ നമുക്ക് പിന്നിലും വളരെ രസകരമായി തന്നെ തോന്നി. ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. എന്നേക്കാൾ കൂടുതലായിട്ട് ആ ഭാഗത്തെ കാര്യങ്ങളെല്ലാം ഇക്കാക്ക് നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ ആൾ ഓരോ കാര്യങ്ങളും വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ മറന്നുപോയി, അത് വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വലിയ വിശാലമായ റോഡൊന്നുമല്ല, വലിയ റോഡല്ല. ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. എന്നാലും ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന ആ വണ്ടിയെ പോലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിക്ക് നന്നായിട്ട് പോകാൻ പറ്റുന്നൊരു വഴി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ വന്ന അതേ വഴി ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസകരമായിട്ടാണ് ആ ഒരു വ്യൂ കാണുന്നതെന്ന് നോക്കിക്കേ. ചുറ്റും ഇതേപോലെ തന്നെ മുഴുവൻ, ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മുഴുവൻ പച്ചപ്പും പാടങ്ങളും നല്ലൊരു മറക്കാനാവാത്ത അനുഭവമായിട്ട് തന്നെ എനിക്ക് തോന്നി. ഓരോ ഭാഗത്തൂടെ പോകുമ്പോഴും അതെന്താ ഇതെന്താ എന്ന് ചോദിച്ച് ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടും അന്വേഷിച്ചിട്ടും തന്നെയാണ് ഇരുന്നത്. മഴ സീസണിൻ്റെ ആരംഭമായതുകൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചാറ്റലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യാത്ര കുറച്ചും കൂടി രസകരമായി തോന്നി. കുറേ ദൂരം പോവേണ്ടതുണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ. അപ്പം ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. ഈ മനോഹരമായ കാഴ്ച വീഡിയോ എടുത്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. എന്ത് രസകരമാണെന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റാവുന്നവരെല്ലാം പോയി കാണട്ടെ. ഇത്ര രസകരമായ ഒരു കാഴ്ച മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ്. അത് വളരെ വർഷങ്ങൾ പഴക്കമുള്ള സംഭവമാണ്. പക്ഷേ എന്നാലും ഇന്നും അത് അതിൻ്റെ പ്രൗഢിയോടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു. സൈഡിലുള്ള വിശാലമായ പാടങ്ങളും പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും അതുപോലെ തന്നെ മയിലിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മയിലിനൊന്നും എന്താ പറയുക, സൂം ചെയ്ത് കാണാൻ പറ്റിയില്ല. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ സൂം ചെയ്ത് നോക്കാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ വീടുകളെല്ലാം കണ്ടില്ല. അതിലേക്കുള്ള വഴികളെല്ലാം മനുഷ്യർക്ക് നടക്കാനുള്ള നടപ്പാത പോലെയുള്ളൂ. വണ്ടികളൊന്നും പോകാനുള്ള സൗകര്യമില്ലാത്തത് പോലെയാണ് താഴെ ഭാഗത്തുള്ള വീടുകളെല്ലാം നിൽക്കുന്നത്. മുഴുവൻ കാടിൻ്റെ നടുവിലൂടെ പോകുന്നൊരു ഫീലാണ്. മയിലിനെയാണ് എനിക്ക് കാണിച്ചു തരുന്നത്. പീലിയില്ലാത്തൊരു പെൺമയിലവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഒന്ന് സ്ലോ ആക്കി അതിനെ കാണിച്ചു തന്നു. പിന്നെ പാടങ്ങളൊക്കെ കണ്ടു. നന്നായിട്ട് ട്രാക്ടറോ കാളവണ്ടിയൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പൂട്ടിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാറും നടലും വെത്തുപാകലൊക്കെ തിരക്കായിരിക്കും ഈ മഴയുടെ ഒരു കനം അങ്ങോട്ട് കഴിഞ്ഞാൽ. ഇനിയും പറ്റിയാൽ ഞാൻ ഈ ഭാഗത്തു കൂടെ പോകുമ്പോൾ ഉള്ള വീഡിയോസ് കാണിച്ചു തരാം നിങ്ങൾക്ക്.
അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 വഴിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ് ഇനി. ഇതാണ് നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ബ്രിട്ടീഷ് ബ്രിഡ്ജ്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണികഴിപ്പിച്ചിട്ടുള്ള ഒരു പാലമാണിത്. പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പാലത്തിൻ്റെ താഴത്തൂടെ നമുക്ക് ചിറ്റൂർ, അതേപോലെ തന്നെ എന്താ പറയുക, ഭാരതപ്പുഴ ഇതിൻ്റെ എല്ലാം കൈവഴിയായി താഴത്തുകൂടെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ മുകളിലൂടെ ഈ പാലത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു കനാലും കൂടി പോകുന്നുണ്ട്. കുടിവെള്ളത്തിനും അതേപോലെ തന്നെ ജലസേചനത്തിനുമായിട്ടുള്ള ഒരു കനാലാണിത്. പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഈ കനാൽ പോകുന്നതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. പാലത്തിൻ്റെ അടിയിലൂടെ പുഴയുമാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ വളരെ വിശാലമായിട്ടുള്ള പുഴയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അങ്ങേയറ്റത്തായിട്ട് നമുക്ക് നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ ദൃശ്യങ്ങളും കാണാൻ പറ്റും. പുഴയുടെ വിശാലമായ ഭാഗങ്ങളാണെങ്കിലും ഇപ്പോൾ പുഴ ശോഷിച്ച് ഈ കാണുന്ന ഒരവസ്ഥയിലായിട്ടുണ്ട്. മഴക്കാലത്തെല്ലാം ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കേണ്ട ഭാഗമാണ്. പക്ഷേ ഇത്രയും മഴ പെയ്തിട്ടും വെള്ളമൊന്നും കാര്യമായിട്ട് ആയിട്ടില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ് അതിൻ്റെ മുകളിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇത്രയും ഭാഗം വനമേഖല പോലെ അങ്ങനെ കാട് പിടിച്ച് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇത്രയും കൊല്ലങ്ങളായിട്ടും ഇന്നും ഈ പാലം അതിൻ്റെ ഏറ്റവും എന്താ പറയുക, നല്ല ബലത്തോടു കൂടിയും അതേപോലെ തന്നെ യാതൊരുവിധ കേടുപാടുകളും ഇല്ലാതെ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കനാലും അതുപോലെ തന്നെ അത്രയും നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. വിശാലമായ കാട് പോലെ ഈ കിടക്കുന്ന ഭാഗമൊക്കെ പുഴയുടെ ഭാഗമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാടായിട്ട് തോന്നുകയാണ്. ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.